പാകിസ്ഥാനെതിരായ ആവേശകരമായ ഫൈനൽ ത്രില്ലറിൽ വിജയം കണ്ട ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കിയെങ്കിലും ടീം ഇന്ത്യയുടെ അടുത്തതും വലുതുമായ സ്വപ്നം 2026 ICC T20 ലോകകപ്പാണ്. കഴിഞ്ഞ വർഷം നേടിയ കിരീടം നിലനിർത്തുക എന്ന കടുപ്പമേറിയ ലക്ഷ്യത്തോടെയാവും ഇന്ത്യ ലോകകപ്പിനിറങ്ങുക. എന്നാൽ ഏഷ്യാകപ്പിലെ വിജയത്തിളക്കത്തിനപ്പുറം ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകൾക്ക് മുമ്പ് ടീമിന്റെ പ്രകടനത്തിൽ ചില നിർണായകമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഏഷ്യാകപ്പിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ടീമിന് സാധിച്ചെങ്കിലും ചില ദൗർബല്യങ്ങൾ ഇന്ത്യൻ നിരയെ അലട്ടിയിരുന്നു. മധ്യനിര ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മ, മോശം ഫീൽഡിംഗ്, പവർ പ്ലേയിലെ വിക്കറ്റ് നേട്ടത്തിലെ കുറവ് എന്നിവയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. T20 ലോകകപ്പിന് മുമ്പ് ഈ വീക്ക്നെസ്സുകളെല്ലാം പരിഹരിച്ച് കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ടീമായി ഇന്ത്യ മാറേണ്ടതുണ്ട്. അതിനായി ടീം കോമ്പിനേഷനിലും ബാറ്റിംഗ് ഓർഡറിലും ബൗളിംഗ് തന്ത്രങ്ങളിലും നിർബന്ധമായി വരുത്തേണ്ട 3 പ്രധാന മാറ്റങ്ങളാണുള്ളത്. ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ ഏറ്റവും നിർണായകമായ സ്ഥാനമാണ് 3-ാം നമ്പർ. ഏഷ്യാകപ്പിൽ ഒരു മത്സരത്തിലൊഴികെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ് ഈ പൊസിഷനിൽ കളിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കൂടുതൽ സ്ഥിരതയാർന്നതും ശക്തവുമാകാൻ ഈ പൊസിഷനിൽ ഒരു മാറ്റം അനിവാര്യമാണ്. സൂര്യകുമാർ യാദവ് തന്റെ ബാറ്റിംഗ് ശൈലിക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥാനം താഴേക്കിറങ്ങി കളിക്കുകയും പകരം യുവതാരം തിലക് വർമ്മയെ 3-ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും വേണം. ഒരു ഓപ്പണർ പുറത്താകുമ്പോൾ ഇന്നിംഗ്സിന്റെ ഗതി നിയന്ത്രിക്കാൻ തിലകിനെ പോലുള്ള യുവതാരത്തിന് സാധിക്കും. തിലക് വർമ്മയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ 3-ാം നമ്പറാണ്. നേരത്തെ 3-ാമനായി ഇറങ്ങി തുടർച്ചയായി 2 T20 സെഞ്ചുറികൾ നേടിയ അദ്ദേഹം തന്റെ ക്ലാസ് തെളിയിച്ചിട്ടുമുണ്ട്. ഏത് സാഹചര്യത്തിലും മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള മിടുക്കും അദ്ദേഹത്തിനുണ്ട്. സമ്മർദ്ദ നിമിഷങ്ങളിൽ തിളങ്ങാനുള്ള കഴിവ് താരത്തെ കൂടുതൽ സ്പെഷ്യലാക്കുന്നു. ഏഷ്യാകപ്പ് ഫൈനലിലും ഈ പ്രകടനം നമ്മൾ കണ്ടതാണ്. റൺസ് ചേസ് ചെയ്യുമ്പോൾ 20 തവണ നോട്ട് ഔട്ടായി ഗ്രീസിൽ തുടരാൻ തിലകിന് സാധിച്ചിട്ടുണ്ട്. ഈ 20 മത്സരങ്ങളിലും ഇന്ത്യ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ശേഷി കൂടിയാണ് സൂചിപ്പിക്കുന്നത്. 3-ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ സമയം ഗ്രീസിൽ തുടരാനും ഇന്നിംഗ്സിന്റെ അടിത്തറ കെട്ടിപ്പടുക്കാനും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഇന്നിംഗ്സുകൾ കളിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഈ നീക്കം ടീമിന്റെ മധ്യനിര ബാറ്റിംഗ് കൂടുതൽ കെട്ടുറപ്പ് നൽകും. T20 ഫോർമാറ്റിൽ വിജയിക്കണമെങ്കിൽ ശക്തമായൊരു പേസ് ബൗളിംഗ് യൂണിറ്റും അനിവാര്യമാണ്. ഏഷ്യാകപ്പിൽ ജസ്പ്രീത് ബുംറയെ ഏക പേസറാക്കി സ്പിൻ ബൗളിംഗ് അമിത പ്രാധാന്യം നൽകിയുള്ള ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പ്രധാനമായും പരീക്ഷിച്ചത്. എന്നാൽ ഈ തന്ത്രം എല്ലായ്പ്പോഴും വിജയം കണ്ടില്ല. ഏഷ്യാകപ്പിൽ പല മത്സരങ്ങളിലും പവർ പ്ലേയിൽ പ്രതീക്ഷിച്ചതുപോലെ വിക്കറ്റുകൾ എടുക്കാൻ ഇന്ത്യക്കായില്ല. ഇത് എതിർ ടീമുകൾക്ക് നല്ല തുടക്കം നൽകി. ഈ കുറവ് നികത്താൻ ഇടംകൈയൻ ഫാസ്റ്റ് ബൗളറായ അർഷ്ദീപ് സിംഗിനെ നിർബന്ധമായും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തണം. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അർഷ്ദീപ് കൂടി കളിച്ചിരുന്നെങ്കിൽ പവർ പ്ലേയിലെ ഈ കുറവ് പരിഹരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞേനെ. ഒരു ഇടംകൈയൻ പേസറുടെ സാന്നിധ്യം ടീമിന് ബൗളിംഗിൽ ഒരു വൈവിധ്യം നൽകുന്നുണ്ട്. വ്യത്യസ്ത ആംഗിളുകളിൽ പന്തെറിയാൻ കഴിയുന്നത് ബാറ്റ്സ്മാൻമാരെ പ്രതിരോധത്തിലാക്കും. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഓൾ ടൈം വിക്കറ്റ് വേട്ടക്കാരിൽ ഒരാളാണ് അർഷ്ദീപ്. അദ്ദേഹത്തിന് പവർ പ്ലേയിൽ മാത്രമല്ല മത്സരത്തിന്റെ നിർണായകമായ ഡെത്ത് ഓവറുകളിലും ഒരുപോലെ മികച്ച ബൗളിംഗ് കാഴ്ചവെക്കാൻ സാധിക്കും. സമ്മർദ്ദ ഘട്ടങ്ങളിൽ കൃത്യതയോടെ യോർക്കറുകൾ എറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ലോകകപ്പിൽ നിർണായകമാകും. വലിയ മത്സരങ്ങളിലെ ടീം കോമ്പിനേഷനുകളിൽ അർഷ്ദീപിനെ പാവിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. T20 ഫോർമാറ്റിൽ ഒരു ടീമിന്റെ വിജയത്തെ നിർവചിക്കുന്ന ഘടകങ്ങളിലൊന്ന് അതിന്റെ ഫിനിഷിംഗ് മികവാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹർദിക് പാണ്ഡ്യയാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനും ഈ റോളിൽ ചില സാങ്കേതിക പരിമിതികളുണ്ട്. ഹാർഡ് ലെങ്ത് ബോളുകൾ നേരിടുമ്പോൾ ഹർദിക്കിന് വീക്ക്നെസ് ഉള്ളതായി പലപ്പോഴും കാണാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിലും IPLലും എല്ലാം എതിർ ടീമുകൾ ഇത് മുതലെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഫിനിഷിംഗിൽ പരീക്ഷിച്ച ശിവൻ ദുബൈക്കും ഇതേ ദൗർബല്യമുണ്ട്. ഇത് അവസാന ഓവറുകളിൽ ടീമിന്റെ റൺ റേറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഹർദിക്, ദുബൈ എന്നിവർക്ക് പകരം ഫിനിഷിംഗ് ചുമതല പൂർണ്ണമായി റിങ്കു സിംഗിനെ ഏൽപ്പിക്കണം. ഹാർഡ് ലെങ്ത് ബോളുകൾ നന്നായി നേരിടാനും സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഗ്രീസിൽ നിലയുറപ്പിച്ച് വലിയ ഷോട്ടുകൾ കളിക്കാനുമുള്ള കഴിവ് റിങ്കുവിനുണ്ട്. IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും റിങ്കു ഈ റോൾ ഗംഭീരമായി നിർവഹിച്ചിട്ടുമുണ്ട്. ഹർദിക് പാണ്ഡ്യ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിൽ തുടരുമ്പോഴും ഫിനിഷിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ റിങ്കുവിന്റെ സേവനം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഒരു ബൗളിംഗ് ഓപ്ഷൻ ഒഴിവാക്കിയ ശേഷം റിങ്കുവിനെ 11-ൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട്. റിങ്കുവിന്റെ ആക്രമണപരമായ ഫിനിഷിംഗ് ശേഷി ലോകകപ്പിൽ ഇന്ത്യയുടെ സ്കോർ 20-30 റൺസ് അധികം വർദ്ധിപ്പിക്കാനും സഹായിക്കും. 2026 T20 ലോകകപ്പിൽ കിരീടം നിലനിർത്തുക എന്ന വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഏഷ്യാകപ്പിലെ വിജയത്തിളക്കത്തിൽ മാത്രം മതിമറന്നിരിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാവും. മധ്യനിരയിലെ സ്ഥിരത, പവർ പ്ലേയിലെ വിക്കറ്റ് നേട്ടം, ഡെത്ത് ഓവറുകളിലെ ഫിനിഷിംഗ് എന്നിവയിൽ ഇന്ത്യ കൂടുതൽ ദൃഢത കൈവരിക്കേണ്ടതുണ്ട്. തിലക് വർമ്മയെ 3-ാം നമ്പറിലേക്ക് കൊണ്ടുവരുന്നത് ബാറ്റിംഗ് ഓർഡറിനും സ്ഥിരത നൽകും. അർഷ്ദീപ് സിംഗിനെ ബുംറയ്ക്കൊപ്പം ചേർക്കുന്നത് ബൗളിംഗിനും വൈവിധ്യവും ശക്തിയും പകരും. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം റിങ്കു സിംഗിനെ ഫിനിഷറാക്കുന്നത് ഡെത്ത് ഓവറുകളിലെ റൺ നിരക്ക് വർദ്ധിപ്പിക്കും. ഈ 3 നിർണായക മാറ്റങ്ങൾ T20 ലോകകപ്പിന് മുമ്പുള്ള പരമ്പരകളിൽ പരീക്ഷിച്ച് ടീമിനെ കോമ്പിനേഷൻ ഉറപ്പാക്കിയാൽ മാത്രമേ ലോകകപ്പിൽ കടുപ്പമേറിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്ത്യക്ക് കിരീടം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ടീമായി മാറാനുള്ള സമയം ടീം ഇന്ത്യക്ക് ആയിരിക്കുന്നു.